മലയാളികളുടെ പ്രിയപ്പെട്ട താരം മഞ്ജു വാര്യർ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇത്തവണ മഞ്ജു വാര്യരുടെ ജീവിത പ്രശ്നം തന്നെയാണ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. ഒരു സംവിധായകൻ ഉന്നയിച്ച ആരോപണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. മഞ്ജു വാര്യറിനെ താൻ ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും മഞ്ജു വാര്യർ എന്നെയും ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും ഞങ്ങൾ വിവാഹിതരാകാൻ പോവുകയാണ് എന്നുമാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് മഞ്ജു വാര്യർ തന്നെ ചതിച്ചുവെന്നും തനിക്കെതിരെ കള്ളക്കേസ് പോലീസിൽ കൊടുത്തുവെന്നുമാണ് സംവിധായകൻ പറയുന്നത്. മഞ്ജു വാര്യരിനെതിരായി നിരവധി ഓഡിയോ റെക്കോർഡുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഈ സംവിധായകൻ രംഗത്ത് വരുന്നത്. ഇത് മുൻപുള്ള ചാനൽ ചർച്ചകളിൽ ചർച്ച ചെയ്തതാണ്. മനോരമയിലും മറ്റ് ചാനലുകളിലും സംവിധായകൻ ചെന്ന് ഇതിനെതിരെ പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ശബ്ദരേഖകളൊന്നും തന്നെ മഞ്ജു വാര്യറിൻ്റേതല്ല എന്നും മഞ്ജു വാര്യരിനെ അപമാനിക്കാനായി കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതുമാണെന്നാണ് അറിയുന്നത്. മഞ്ജു വാര്യർ ഇതിനെപ്പറ്റി ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. താൻ മഞ്ജു വാര്യനെ സ്നേഹിക്കുന്നുവെന്നും തന്നെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നുവെന്നും എന്നാൽ മഞ്ജു വാര്യർ പിന്നീട് തന്നെ ചതിച്ചു എന്നും പറഞ്ഞുമാണ് ഈ സംവിധായകൻ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു പൊതുപരിപാടിയിൽ മഞ്ജു വാര്യരും ദിലീപും ഒന്നിച്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വലിയ സൈബർ ആക്രമണങ്ങളാണ് മഞ്ജു വാര്യർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ പുതിയൊരു പ്രശ്നം കൂടി. ദിലീപ് വരുമ്പോൾ വേദിയിൽ മഞ്ജു വാര്യർ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചുവെന്നും പിന്നീട് ദിലീപിന് ഹസ്തദാനം നൽകി എന്നതുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നത്. മഞ്ജു വാര്യർ വലിയ തെറ്റ് ചെയ്തു, ദിലീപ് വരുന്നപ്പോൾ എഴുന്നേൽക്കാൻ പാടില്ലായിരുന്നു, പിന്നീട് അദ്ദേഹത്തിന് ഹസ്തദാനം നൽകാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ നിരവധി കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. അതിനിടയിലാണ് സംവിധായകൻ്റെ ഇത്തരത്തിലുള്ള പുതിയ പ്രശ്നങ്ങൾ. മഞ്ജു വാര്യരുടെ ജീവിതത്തെ തന്നെ തകർക്കാനുള്ള ശ്രമമാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ജു വാര്യറിനെതിരെ വലിയ നെഗറ്റീവ് ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. മഞ്ജു വാര്യർ പോലും അറിയാതെ അദ്ദേഹത്തെ ഇഷ്ടമാണെന്ന് പറയുകയും മഞ്ജു വാര്യൻ്റെ ഓഡിയോ ആണെന്ന് പറഞ്ഞ് നിരവധി ഓഡിയോകൾ ഈ സംവിധായകൻ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. ഈ പറഞ്ഞ വാർത്തകളിൽ എന്തെങ്കിലും കഴമ്പുകളുണ്ടോ? സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നവരെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുത്തൻ പുതു സിനിമാ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.